റമദാൻ മാസം കഴിഞ്ഞാൽ അടുത്ത റമദാൻ മാസം വരാനായി. അപ്പോഴാണ് തറവാട്ടിലെ നോമ്പുതൂറിന്റെ വീഡിയോ ഇടാൻ പോണ്ടേ. ഈ വീഡിയോ വരാതെ എന്നെ അവിടെ കാലത്ത് അയക്കൂലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് കിച്ചണിൽ നിന്ന് തുടങ്ങാം. ഈ അടുക്കള ഞാൻ കാണുന്ന അന്ന് മുതലേ ഇത് കറുത്തുകൊണ്ടാണ്. പിന്നെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ജ്യൂസ് ഉണ്ടെങ്കിൽ അത് കയറ്റി യൂസ് ചെയ്യാറ്. ആരാ ഇത് ഇവിടെ കൊടുക്കുന്നല്ലോ. സിറാജാണ് ജ്യൂസ് മേക്കർ, ഖജാൻജിയാണ് ഫ്രൂട്ട് കട്ടർ. അപ്പൊ പിന്നെ ഞാൻ എന്താണ് ചോദിക്കണ്ട, ഞാൻ ഓൾ റൗണ്ടർ. എന്റെ കൈയും പിന്നെ എല്ലായിടത്തും എത്തണല്ലോ. ഇത് കേട്ട് കണ്ട് അനിയൻ പറയാണ് എന്റെ കൈയും എല്ലായിടത്തും എത്തലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൈയിടാൻ പോയതാണ്. കൈ വെച്ചത് ഓർമ്മയുള്ളൂ, കൈയാണ് കുടുങ്ങി. ഓന്റിലാറും ഷെറായിട്ട് ഈ കുട്ടികൾ ടേബിളും ചെയറുണ്ട്. അല്ലെങ്കിൽ പണിയെടുക്കുമ്പോൾ ആൾക്കാരെ കാണിച്ചാനല്ല പണിയെടുക്കേണ്ടത്. ഇന്നെ പോലെ ആത്മാർത്ഥതയോട് കൂടി എടുക്കണം, ഇല്ലെങ്കിൽ ഇതേപോലെ പണിയാണ് കിട്ടും. എന്താ ചെയ്യാ, അതിന് ഞാൻ വേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സ്വപ്നസ്ഥ ഒറ്റയ്ക്ക് ഇരുന്ന് മൗലൂദ് തോന്നുന്നു. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന ബാക്കി പണികളാണ് പെൻഡിങ് ആവില്ല. അപ്പൊ നോമ്പർക്കാൾ ആപ്പാരൊക്കെ എത്തിക്കും. പിന്നെ നോക്കില്ല, ഓരോ കുറച്ച് മക്കളെ അവിടെ കൊണ്ടുപോയി. മക്കൾക്ക് പിന്നെ ഇവിടെ പഞ്ചല്ലല്ലോ. മൗലൂദ് കഴിഞ്ഞപ്പോഴും നോമ്പർക്കാളുടെ ടൈമായി. പക്ഷേ വിരുന്നേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇല്ല. എല്ലാം കുട്ടികൾ കൈയടക്കി. എല്ലാവരും ഒരേ നിൽപ്പ്, ഒരേ നോട്ടം, എവിടെ ഇരിക്കുന്നുള്ളൂ. അതിലും ഞാൻ ഇടപെടേണ്ടി വന്നു. ചെറിയ കുട്ടികളൊക്കെയാണ് നിലത്തണ്ടിരുത്തി. ഞങ്ങൾ ചെറുതായിരുന്നു ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയാണ്. ആദ്യം ഞങ്ങൾ നിലത്തിയിരുന്നു, പിന്നെ സ്റ്റൂൾ മേലായി, പിന്നെ എല്ലാവരും ഹാളിലും ആയി. ചെറിയ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ഈ വരുന്ന ആൾ നടത്തും സല്യൂട്ടും കണ്ട പോലീസിലാന്ന് വിചാരിക്കും. പക്ഷേ സലാം ചെല്ലിയ സ്റ്റൈലാണത്. എന്തായാലും എല്ലാവരും ബിസ്മിൻ ചെല്ലാണ് നോമ്പട് പറഞ്ഞു. അടുത്ത നോമ്പിന് മാലൈറ്റ് തൂക്കാൻ പ്ലാൻ ലോലാണെന്നുണ്ടെങ്കിൽ കൺഷൻ കൊടുക്കാൻ അരണോലെ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നോമ്പ് തുറ ബാത്തിലാകും. അനുഭവമാണല്ലോ ഗുരു. ഈ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചപ്പോ പോകാന്നില്ലല്ലോ. രണ്ടാമത് വീഡിയോക്ക് വേണ്ടി എടുത്താണ്. പക്ഷേ ഈ ബിരിയാണി വളമിട്ട് കാര്യത്തിൽ എടുത്താട്ട് അങ്ങനെ ബിരിയാണി കഴിച്ചു. വന്നോലും അല്ലാത്തോലും ഒക്കെ ബിരിയാണി കഴിച്ചിട്ട് റാഹത്തായാണ് പോയി. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും.